പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ കാർഡിയോളജി ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കുന്നതിൽ ആരോഗ്യ വകുപ്പിന് കടുത്ത അനാസ്ഥ. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ 2 തവണ റിപ്പോർട്ട് നൽകിയിട്ടും പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാതെ ആരോഗ്യ വകുപ്പ് അവഗണന തുടരുകയാണ്. ജില്ലാ മെഡിക്കൽ ഓഫീസർ ആരോഗ്യ വകുപ്പ് ഡയറക്ടർക്ക് നൽകിയ കത്തിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. കഴിഞ്ഞ ജനുവരി 28-ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും സ്ഥലം മാറിപ്പോയ ചീഫ് കാർഡിയോളജിസ്റ്റിനെ പാലക്കാട് തന്നെ നിലനിർത്താൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നൽകിയ കത്തിന്റെ പകർപ്പാണിത്. കത്തിൽ ഒരു നടപടിയും ഉണ്ടായില്ല. ഇതോടെ മാർച്ച് 12-ന് ഒരു കത്തുകൂടി അയച്ചു. പുതിയ കത്തിൽ ചീഫ് കാർഡിയോളജിസ്റ്റിനെയും ജോലി ക്രമീകരണത്തിന്റെ ഭാഗമായി എറണാകുളത്തേക്ക് പോയ കൺസൾട്ടന്റിനെയും തിരികെ വേണമെന്നും ജില്ലാ ആശുപത്രിയെ ആശ്രയിക്കുന്ന ഹൃദ്രോഗികൾ ബുദ്ധിമുട്ട് നേരിടുകയാണെന്നും വിശദീകരിച്ചു. 2 കത്തും ആരോഗ്യവകുപ്പ് അവഗണിക്കുകയാണ്. ദുരിതം തുടരുന്നു. ഇപ്പോൾ രേഖാമൂലം ലഭിച്ച മറുപടികളിൽ നിന്ന് വ്യക്തമാവുന്നത് സർക്കാർ ഈ വിഷയത്തിൽ നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. DMO ഓഫീസിൽ നിന്ന് ഇത് സംബന്ധിച്ച് കൃത്യമായ കത്തുകൾ സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. ആ കത്തിൽ കഴിഞ്ഞ 3 മാസമായി യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഈ രേഖകൾ വ്യക്തമാക്കുന്നത്. ഇത് പാലക്കാട്ടെ രോഗികളോടുള്ള സർക്കാരിൻ്റെ ഒരു വിവേചനപരമായ ഒരു സമീപനം മാത്രമാണ്. ഇതിനിടയിൽ കാർഡിയോളജി ഡോക്ടറെ ആശുപത്രി വികസന സമിതി മുഖാന്തരം നിയമിക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് DMO ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി. ആശുപത്രി വികസന സമിതിക്ക് ഒരാൾക്ക് കൊടുക്കാവുന്ന ശമ്പള പരിധി 60,000 രൂപ ആണെന്നിരിക്കെ നിർദ്ദേശം അപ്രായോഗികമാണെന്ന് വ്യക്തം. HMC മുഖാന്തരം ഡോക്ടറെ നിയോഗിക്കുക എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ളൊരു സമീപനമല്ല. പ്രത്യേകിച്ച് ഹൃദ്രോഗ വിദഗ്ധനെ പോലുള്ള ഒരു ഡോക്ടറെ ജില്ലാശുപത്രിയിലേക്ക് ലഭിക്കണമെങ്കിൽ വലിയ നിരക്കിലുള്ള ഒരു ശമ്പളമാണ് നൽകേണ്ടി വരിക. അത് താങ്ങാനുള്ള സാമ്പത്തിക ശേഷി നിലവിൽ HMCക്കില്ല. കാരണം HMC ഫണ്ടിൽ നിന്ന് അത്തരത്തിൽ വലിയൊരു തുക ചെലവഴിക്കുന്നതിന് നിയമ തടസ്സം തന്നെ നിലവിലുണ്ട്. രണ്ടാമത് എംപ്ലോയ്മെൻറ്റ് മുഖാന്തരമാണ് ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടത്തേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്രായോഗികമായ ഒരു സമീപനമാണ് DMOയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി K. കൃഷ്ണൻകുട്ടി ഇടപെട്ടിട്ടും നടപടിയില്ലാതെ അവഗണന തുടരുകയാണ്. പ്രശ്നപരിഹാരത്തിനായി എത്ര നാൾ കാത്തിരിക്കണം? ദുരിതം തുടരുന്നു. പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് മലയാളം, പാലക്കാട്. പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട് നമുക്കൊപ്പം. പ്രസാദ്, ഗുഡ് മോർണിംഗ്. നമ്മൾ പലവട്ടം ഈ ആളുകളുടെ ദുരവസ്ഥ അധികാരികൾക്ക് മുന്നിലേക്ക് എത്തിച്ചതാണ്. രാവിലെ മുതൽ, അതായത് ഉറക്കം പോലും ഇല്ലാതെ ക്യൂ നിൽക്കേണ്ട ഗതികേട്. അങ്ങനെ ക്യൂ നിന്നാൽ പോലും OP കിട്ടണമെന്നില്ല. അപ്പോൾ എന്ത് സാങ്കേതികത്വമാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പ് പറയുന്നത്? സതിലക്ഷ്മി, ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും കടുത്ത അവഗണന തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ പ്രശ്നം ആരോഗ്യവകുപ്പിന്റെ മുന്നിൽ ഉണ്ട്. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ പ്രശ്നമുണ്ട്. അത് കൃത്യമായി ഔദ്യോഗികമായി തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഈ കഴിഞ്ഞ 3 മാസത്തിൻ്റെ ഉള്ളിൽ 2 തവണ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. അവിടുത്തെ ഹൃദ്രോഗികൾ ഇതുമൂലം, അതായത് കാർഡിയോളജിസ്റ്റ് ഇല്ലാതെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ളത് DMO തന്നെ രേഖാമൂലം സർക്കാരിനെ അറിയിച്ചിട്ടുള്ളതാണ്. ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കത്ത് കൊടുത്തിട്ടുള്ളതാണ്. ആദ്യത്തെ കത്ത് ജനുവരി 28-ന് ആയിരുന്നു. അന്ന് ചീഫ് കാർഡിയോളജിസ്റ്റിനെ ഇവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് മാറിപ്പോയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ തസ്തിക ഇവിടെ തന്നെ നിലനിർത്തണം എന്നുള്ളതായിരുന്നു അത്യാവശ്യം. പിന്നീട് ഡോക്ടർമാരില്ലാത്ത ദുരിതം വലിയ തോതിൽ പ്രശ്നമാവുകയും പ്രതിപക്ഷ സംഘടനകൾ, വിവിധ സംഘടനകളെല്ലാം തന്നെ ഈ സംഭവം പ്രതിഷേധമായി വരികയും ചെയ്തു. തുടർന്നാണ് മാർച്ച് 12-ന് വീണ്ടും ഒരു കത്ത് DMO ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് അയക്കുന്നത്. ഇതിനെല്ലാം പുറമെ ഇവിടുത്തെ മന്ത്രിയുടെ പാലക്കാട് ചുമതലയുള്ള മന്ത്രി K. കൃഷ്ണൻകുട്ടി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട്
ഒരു കത്ത് മന്ത്രിക്ക് നേരിട്ട് തന്നെ നൽകിയിരുന്നു. പക്ഷേ അതിനകത്തൊന്നും ഒരു തീരുമാനവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഒരു ഡോക്ടറെ മാത്രമാണ് ഇപ്പോഴും അവിടെ പ്രവർത്തിക്കുന്നത്. അതിനാകെ ഇവർ ചെയ്തിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ ജനുവരി 28 അയച്ച കത്തിൽ അന്ന് ഒരു ദിവസം 2 ദിവസങ്ങളിലാണ് OP ഉള്ളത് കാർഡിയോളജിസ്റ്റിന്റെ, തിങ്കളും വ്യാഴവും. അന്ന് 40 പേരായിരുന്നു. പിന്നീട് അത് ഉയർത്തി 80 ആക്കി, ഇപ്പോൾ 120 ആക്കി. പക്ഷേ 40 ആകുമ്പോഴും 80 ആകുമ്പോഴും 120 ആകുമ്പോഴും ഒരു ഡോക്ടർ തന്നെയാണ് ഉള്ളത്. നമുക്ക് സാധാരണഗതിയിൽ ഒരു ജനറൽ വിഭാഗത്തിലുള്ള പരിശോധനയല്ല. ഹൃദ്രോഗം എന്ന് പറയുന്നത് വളരെ സമയമെടുത്ത് വളരെ സൂക്ഷ്മമായി ചെയ്യേണ്ട ഒന്നാണ്. അപ്പോൾ ഒരു ഡോക്ടർ തന്നെ ഇതെല്ലാം ചെയ്യേണ്ടി വരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ പ്രൊസീജിയർ, ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം, അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങൾ, മറ്റ് ചികിത്സാ രീതികൾ, അതെല്ലാം ചെയ്യേണ്ടത് ഒരു ഡോക്ടർ മാത്രമാണ്. അപ്പോൾ അമിത ജോലിഭാരം ആ നിലവിലുള്ള ഡോക്ടറുടെ തലയിൽ കെട്ടിവെക്കുന്നു എന്നതിൻ്റെ അപ്പുറത്തേക്ക് കൂടുതൽ ഡോക്ടർമാരെ നിയമിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു നടപടിയും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. കടുത്ത അനാസ്ഥ തന്നെയാണ് തുടരുന്നത്. ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽ ഇല്ലാത്തൊരു വിഷയമല്ല. എന്നിട്ടും എന്തുകൊണ്ട് ഇത്രയും പ്രശ്നം? ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കാരണം നമ്മൾ ഈ വാർത്ത ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കിയത് അവർ പ്രതികരിക്കാൻ തയ്യാറായില്ല. കാരണം ഒരു ഓപ്പറേഷന് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് സെപ്റ്റംബറിലാണ്. അതായത് ഹൃദ്രോഗിയായിട്ടുള്ള ഒരാൾക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിയന്തരമായി തന്നെ ചെയ്യേണ്ടത്. സർക്കാർ ആശുപത്രികളിൽ നമുക്കറിയാം അങ്ങനെ ഓരോരുത്തർക്കും അതിന്റെ ഗൗരവം അനുസരിച്ചുകൊണ്ട് പിന്നെ സമയം കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഹൃദ്രോഗികൾക്ക് പരമാവധി 2 മാസത്തിനുള്ളിൽ തന്നെ അവരുടെ ചികിത്സ പൂർത്തിയാക്കാനുള്ള വ്യക്തമാണ്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ കാർഡിയോളജി ഡോക്ടർമാരുടെ ഈ ഒരു കുറവ് പ്രസാദ് പറഞ്ഞതുപോലെ ഇത് ആരോഗ്യ വകുപ്പിന്റെ ശ്രദ്ധയിലില്ലാത്തതല്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ ആരോഗ്യവകുപ്പ് കടുത്ത അനാസ്ഥയുമായി മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിലാണ് സംശയം. അധികൃതർക്ക് മുന്നിലേക്ക് വീണ്ടും ന്യൂസ് മലയാളം ഈ വാർത്ത എത്തിക്കുകയാണ്.